കൂറുമാറ്റക്കാരുടെ ബഹളം കാണണമെങ്കിൽ സമാജ്വാദിയുടെയും ബി.എസ്.പിയുടെയും ഓഫീസുകളുടെ മുന്നിലെത്തണം. കോൺഗ്രസിൽ നിന്ന് ബി.ജെ.പിയിലേക്കും തിരികെയും പോകുന്നവരുടേത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള നെട്ടോട്ടമാണെങ്കിൽ ഇക്കാര്യത്തിൽ പ്രത്യയശാസ്ത്രപരമായി പ്രത്യേകിച്ചൊരു തടസ്സവുമില്ലാത്തവരാണ് സമാജ്വാദി ബി.എസ്.പി സംഘടനകൾ. ഓരോ തെരഞ്ഞെടുപ്പിലും കൂറുമാറുന്ന ഈ നേതാക്കൾ ഇത്തവണ മഹാസഖ്യത്തിന് അനുഗ്രഹമായാണ് മാറുന്നത്. മഹാസഖ്യത്തിന്റെ ബാനറിൽ 38 സീറ്റിൽ ബി.എസ്.പിയും 37 സീറ്റിൽ സമാജ്വാദിയും 3 സീറ്റിൽ രാഷ്ട്രീയ ലോക്ദളും മത്സരത്തിനിറങ്ങുമ്പോൾ അണികൾക്കിടയിലെ ആശയക്കുഴപ്പം മുതലെടുക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് ബി.ജെ.പിയും കോൺഗ്രസും. സഖ്യത്തിന്റെ ടിക്കറ്റ് ലഭിക്കാതെ പിണങ്ങിയെത്തുന്നവർക്ക് കോൺഗ്രസും ബി.ജെ.പിയും സീറ്റുകൾ നൽകുന്നതും കാണാനുണ്ട്. ബി.എസ്.പിയിൽ നിന്നെത്തിയ മുൻ എം.പി കൈസർ ജഹാനും സമാജ്വാദിയിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ രാകേഷ് സച്ചനും ഇരുവരും നേരത്തെ പ്രതിനിധീകരിച്ച സീതാപൂരിലും ഫത്തേപൂരിലും കോൺഗ്രസ് ടിക്കറ്റ് നൽകിയത്. സാമുദായികമായ സമവാക്യങ്ങളിൽ മുന്നോട്ടു പോകുന്ന എസ്.പിക്കും ബി.എസ്.പിക്കും ഇടയിൽ കാലങ്ങളായി നിലനിൽക്കുന്ന ശത്രുത താഴെത്തട്ടിൽ പ്രതിഫലിക്കുമെന്നും മഹാസഖ്യത്തിന് മിക്കയിടത്തും വോട്ടുകൾ ചോരുമെന്നുമാണ് എതിരാളികൾ കണക്കുകൂട്ടുന്നത്. എന്നാൽ ഇതല്ല അടിത്തട്ടിലെ ചിത്രമെന്ന് മുൻ ബി.എസ്.പി ജനറൽ സെക്രട്ടറിയും 2014 മുതൽ സമാജ്വാദി പാർട്ടി നേതാവുമായ ഡോക്ടർ ഷഫീഖുർ റഹ്മാൻ ബർക്ക് പറയുന്നു. फर्क नहीं, इससे माहौल अच्छा बना है. एटमॉस्फेयर में बड़ी तब्दीली आई है और बड़ी मजबूती आई है दोनों पार्टियों में, और दोनों पार्टियों के लोग ये महसूस कर रहे हैं कि हम एक हैं. आज बहुत ज़माने के बाद में ये इस वक्त ये मैसेज गया है. इस वक्त എസ്.പിയിൽ നിന്ന് ബി.എസ്.പിയിലേക്കും തിരികെയുമാണ് സമീപകാലത്ത് ഉത്തർപ്രദേശിൽ ഏറ്റവും അധികം കൂറുമാറ്റങ്ങൾ നടന്നത്. അതുകൊണ്ട് തന്നെ ഇരു പാർട്ടികളും ഒന്നിക്കുമ്പോൾ അണികൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാകുമെന്ന എതിരാളികളുടെ സ്വപ്നം വൃഥാവിലായി മാറുമെന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. ക്യാമറ പേഴ്സൺ സുരേഷ് ഇരുമ്പനത്തോടൊപ്പം എ റഷീദുദ്ദീൻ, മീഡിയ 1.